Hello friends, welcome to my YouTube channel Andro Creations. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ സിഗ്നൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് സോൾവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതായത് നിങ്ങളുടെ ഫോണിൽ സിഗ്നൽ വളരെ കുറവായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, അതായത് മറ്റുള്ളവരുടെ ഫോണിൽ കിട്ടുന്നതിനേക്കാൾ വളരെ കുറവാണ് സിഗ്നൽ, 1-2 കട്ട മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരുടെ ഫോണുകളിൽ 3-4-5 ഒക്കെ കട്ടകളുണ്ട്. നമ്മുടെ ഫോണിൽ നമ്മുടെ സിഗ്നൽ വളരെ സ്ട്രെങ്ത് വളരെ കുറവാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിലോ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ സിഗ്നൽ ഒന്നും തന്നെ കാണിക്കുന്നില്ല, നോ സർവീസ് എന്നോ അല്ലെങ്കിൽ എമർജൻസി കോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇത് മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എങ്കിലോ നിങ്ങൾക്ക് തന്നെ അത് റെഡിയാക്കി എടുക്കാൻ സാധ്യമാവുന്ന ചെറിയൊരു കാര്യത്തെക്കുറിച്ചാണ്. ഓക്കെ, നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫോണിൽ ഫസ്റ്റ് ഈ ഒരു പ്രോബ്ലം, സിഗ്നൽ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഫോണിൽ സിം എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതായത് സിം നിങ്ങളുടെ ഫോണിൽ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ സെറ്റിംഗ്സിൽ സിം കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിം എന്ന് പറഞ്ഞ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നെറ്റ്വർക്ക് എടുക്കുന്നുണ്ട്, നിങ്ങളുടെ ഫോണിൻ്റെ ഫോണിൽ സിം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ആ ഒരു പേര്, സിമ്മിൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എൻ്റെ ഇവിടെ BSNL എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോണിൽ ഏതാണോ സിം ഉള്ളത്, സിം പ്രൊവൈഡർ, ആ ഒരു പ്രൊവൈഡർ നെയിം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. സിം നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ സിം കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങളുടെ ഫോണിൻ്റെ സിം കാർഡിൻ്റെ ഭാഗത്ത് ഒരു കാര്യമില്ല, നോ സിം കാർഡ് എന്നോ അങ്ങനത്തെ ഓപ്ഷനാണ്. സിം കാർഡ് ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ സിമ്മിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ മേജറായിട്ടുള്ള മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. അത് ഒരു ടെക്നീഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി മാത്രമേ നമുക്കത് റെഡിയാക്കി എടുക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ നിങ്ങളുടെ ഫോണിൽ സിം ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്, സിം കാണിക്കുന്നുണ്ട്, പക്ഷേ റേഞ്ചിൻ്റെ മാത്രം പ്രോബ്ലംസ് ആണെങ്കിൽ നിങ്ങൾ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോണിൽ കൂടുതലും 90% പ്രോബ്ലംസ് വരുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ ആൻറ്റിനയുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക് കവർ ഓപ്പൺ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സിം ട്രേ വെളിയിലെടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നം കാണിക്കും. അപ്പം നിങ്ങൾ സിം ട്രേ വെളിയിലെടുക്കാം. സിം ട്രേ വെളിയിലെടുത്തതിന് ശേഷം നിങ്ങൾ അടുത്തായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക് കവർ ഓപ്പൺ ആക്കുക. ഓക്കെ, നമ്മുടെ ഫോണിൻ്റെ ബാക്ക് കവർ എങ്ങനെ ഓപ്പൺ ആക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക് കവർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഓപ്പൺ ആക്കി എടുക്കാൻ സാധിക്കും. ഓക്കെ, ബാക്ക് കവർ ഓപ്പൺ ആക്കാം. ബാക്ക് കവർ ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾക്ക് ചില ഫോണുകളിൽ ബാക്ക് കവർ ഓപ്പൺ ആക്കുമ്പോൾ ആ ബാക്ക് കവറിൽ തന്നെ നിങ്ങൾക്ക് അവിടെ ആൻറ്റിന കാണാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ആൻറ്റിന, കണ്ടോ, ഇതാണ് ആൻറ്റിനയുടെ 2 പിന്നുകളൊക്കെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക് കവറിൽ തന്നെ ചിലപ്പോൾ ഈ ഒരു ആൻറ്റിനാസിൻ്റെ ഒരു പിന്നും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ചില ഫോണുകളിൽ ഇതേപോലെ ഒരു കവറിങ് ഉണ്ടാവും. ആ ഒരു കവർ നിങ്ങൾ ഇളക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ മിക്കവാറുമൊക്കെ ഫോണുകളിൽ ബാക്ക് കവർ ഇളക്കുമ്പോൾ തന്നെ അവിടെ ആൻറ്റിനാസിൻ്റെ ലെഗുകളും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്കിൻ്റെ ഈ ഒരു പോർഷൻ ഇത് ഇളക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഇളക്കിയെടുക്കാൻ സാധിക്കും. ഇതേപോലെ നിങ്ങൾ ഇളക്കിയെടുക്കുമ്പോൾ അവിടെ ഒരു സബ് ബോർഡ് കാണാൻ സാധിക്കും. ഈ ഒരു സബ് ബോർഡിലാണ് നിങ്ങളുടെ മെയിൻ ആൻറ്റിന, അതായത് നമ്മുടെ നെറ്റ്വർക്ക് സിഗ്നലിൻ്റെ ആൻറ്റിനാസുകൾ പിടിക്കുന്ന ലെഗുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതും ഈ ഒരു സബ് ബോർഡിലാണ്. ഓക്കെ, ഈ ഒരു സബ് ബോർഡിൽ ഇതിൻ്റെ ലെഗ് വരുന്നത്, ഒന്നാമതായിട്ട് നിങ്ങൾ കാണേണ്ടത് ഇതേപോലെ ലെഗ് ഇത് രണ്ടുമാണ് ആൻറ്റിന ലെഗ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ആൻറ്റിനയുടെ ലെഗ് ഇവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഇതാണ് ആൻറ്റിനയുടെ ലെഗ് വരുന്ന ഭാഗം, ആൻറ്റിനയുടെ കോൺടാക്റ്റ് വരുന്ന ഭാഗം. ഇത് ബോർഡിൽ കോൺടാക്റ്റ് ചെയ്യുന്ന ഭാഗം. ആ ഒരു കോൺടാക്റ്റ് ചെയ്യുന്ന ഭാഗം ജസ്റ്റ് നിങ്ങളുടെ റബ്ബർ ഉപയോഗിച്ച്, അതായത് നമ്മൾ പെൻസിലൊക്കെ മായ്ക്കുന്ന റബ്ബർ ഉണ്ടല്ലോ, അതേപോലത്തെ റബ്ബർ എടുത്തിട്ട് ആ ഒരു കോൺടാക്റ്റിൽ വല്ല അഴുക്കോ, ഇവിടെയൊക്കെ അഴുക്കോ പൊടിയൊക്കെ കയറി അല്ലെങ്കിൽ ഫംഗസൊക്കെ കയറിയിട്ട് ഇത് ഫംഗസൊക്കെ കയറിയിട്ട് കോൺടാക്റ്റ് കിട്ടാതെ വരികയാണെങ്കിൽ ഇതേപോലെ സിഗ്നൽ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് വരും. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് കോൺടാക്റ്റ് വരുന്ന ഭാഗം ആൻറ്റിനയുടെ കോൺടാക്റ്റ് വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ടാവും. ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാറ്റേണ്ടി വരും. ചില ഫോണുകളിൽ ഇത് പൊട്ടിയിരിക്കുന്നുണ്ടാവും, അത് മാറ്റേണ്ടി വരും. ചിലപ്പോൾ ഇത് കോൺടാക്റ്റ് കറക്റ്റായി കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു പ്രശ്നം വരും. ജസ്റ്റ് പൊക്കി കൊടുത്താൽ മതി, പിന്നെ വല്ലതും വെച്ചൊന്ന് ജസ്റ്റ് പൊക്കി കൊടുത്താൽ മതി, കറക്റ്റ് കോൺടാക്റ്റ് കിട്ടിക്കോളും. അതേപോലെ അതേപോലെ ഇതിൻ്റെ ആൻറ്റിന വരുന്ന ആ ബോർഡിലും ആ ഒരു പ്ലേറ്റിലും ജസ്റ്റ് ആൻറ്റിന വരുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ആൻറ്റിന വരുന്ന ആ ഒരു കോൺടാക്റ്റ് വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അഴുക്ക് വല്ലതും ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. പിന്നീട് നമ്മൾ അത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ കോൺടാക്റ്റ് നഷ്ടപ്പെട്ട് ആൻറ്റിനയും അതുപോലെ ബോർഡിലുള്ള ഇതും പിന്നും തമ്മിലുള്ള കോൺടാക്റ്റ് നഷ്ടപ്പെട്ട് സിഗ്നലിൽ കട്ടാവുന്നതാണ് കൂടുതലും പ്രോബ്ലംസുകൾ വരുന്നത്.
അത് ഒന്നാമത്തെ കാര്യം. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിവിടെ ആൻറ്റിന പോകുന്ന ഒരു ആൻറ്റിനയുടെ ഒരു വയർ ഇവിടെ കാണാൻ സാധിക്കും. എല്ലാ മിക്ക ഫോണുകളിലും ഇതേപോലെ ഒരു ആൻറ്റിനയുടെ വയർ കാണാൻ സാധിക്കും. ഇതേപോലത്തെ ഒരു ആൻറ്റിനയുടെ വയർ ഉണ്ടാ. ഈ രണ്ടും കണക്റ്റഡ് ആണോ നോക്കുക. താഴത്തെ ബോർഡും മുകളിലത്തെ ബോർഡും തമ്മിൽ കണക്റ്റഡ് ആണോ നോക്കുക. കാരണം കണക്റ്റഡ് ചിലപ്പോൾ ഫോണൊക്കെ തറയിൽ വീണ് ഈ ഒരു ആൻറ്റിനയുടെ കണക്ഷൻ ഇതേപോലെ ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ, ഇതേപോലെ ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഇളവിയിരിക്കും. അപ്പോൾ അങ്ങനെ ഇളവിയിരിക്കുകയാണെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് നമ്മുടെ ഫോണിൽ കിട്ടത്തില്ല, സിഗ്നൽ കിട്ടത്തില്ല. അപ്പോൾ സിഗ്നൽ കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ ഇളവിയിരിക്കും. താഴത്തെ ബോർഡിൽ നിന്ന് ഇളവി പോകാം, ചിലപ്പോൾ മുകളിലത്തെ ബോർഡിൽ നിന്ന് ഇളവി പോകാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ലൈന് കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ഇളകി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട്, വേറെ പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യേണ്ടത് ആവശ്യമില്ല, ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് കറക്റ്റായിട്ട് കയറിക്കൊള്ളും. ഓക്കെ, കറക്റ്റ് ആൻറ്റിന ലൈന് മുകളിലും താഴെ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. ഈ ആൻറ്റിന ലൈന് ബ്രേക്ക് ആവുകയോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് കണക്ഷൻ വിട്ട് കിടന്നാലും നിങ്ങൾക്ക് ഈ സിഗ്നൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇത് രണ്ടും തന്നെ നിങ്ങൾ മെയിനായിട്ട് നോക്കുക. അതായത് ഇത് ജസ്റ്റ് ആ ആൻറ്റിന വരുന്ന ലെഗ് വരുന്ന ഭാഗത്തൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ബോർഡിലും ക്ലീൻ ചെയ്യുക, അതേപോലെ തന്നെ കവറിൽ ആൻറ്റിനയുടെ ആ ഒരു കവറിലും ക്ലീൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു വയർ, ഈ ആൻറ്റിനയുടെ ഈ വയർ വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ല ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് അവിടെ ഇരുന്നോളും. വേറെ പ്രോബ്ലംസും സോൾവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അതിരുന്നോളും. എന്നിട്ട് നിങ്ങൾ ഫോണ് ജസ്റ്റ് ബാക്ക് കവറൊക്കെ ഇട്ട് ജസ്റ്റ് വീണ്ടും ഒന്ന് ഓൺ ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കുക. ഫോൺ ഓൺ ചെയ്ത് നോക്കുക. ഏകദേശം 90% നിങ്ങളുടെ പ്രോബ്ലംസ് മാറിയിരിക്കും. എന്നിട്ട് നിങ്ങളുടെ പ്രോബ്ലംസ് മാറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വീണ്ടും സിഗ്നൽ സംബന്ധമായ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഷോപ്പിൽ കൊടുത്ത് തന്നെ റെഡിയാക്കുക. ഷോപ്പിൽ എടുത്ത് നമ്മുടെ IC-കൾ, WTR IC-യോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് IC-യോ അങ്ങനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പോണൻറ്റ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ കൊണ്ടാകാം ഇങ്ങനെ വരുന്നത്. അത് നമ്മൾ ടെക്നീഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി മാത്രമേ ചെക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.